അതിനേക്കാളും മുന്നേ ഞാൻ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോഴും ചേട്ടൻ മിണ്ടി പോലെ തിന്നിട്ടുണ്ട്. ചേട്ടൻ്റെ ആക്ഷൻ തലകറങ്ങി തുടങ്ങി വെച്ചിട്ടുണ്ട്. കാലത്താണെങ്കിൽ വീട്ടിലെ തിരിച്ചായ മാത്രം കഴിച്ചിട്ടുള്ളൂ അന്നത്തെ ദിവസം. അപ്പോൾ അപ്പോഴും അത് കഴിഞ്ഞതിന് ശേഷം പോയി അച്ഛനാണ് വോയിസ് മെസ്സേജ് വിടലും. അത് കഴിഞ്ഞ് വന്നിരുന്നപ്പോൾ അലക്സാണ്ടർ ദേശത്തിൻ്റെ കാര്യം പറയലൊക്കെ ഉണ്ടായിട്ട് അപ്പോഴത്തെ ഇടയിൽ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ ആക്ഷൻ കാണിക്കുമ്പോൾ ചേട്ടൻ എന്തോ അയാൾക്ക് സംശയം തോന്നി ഞാൻ എന്തോ പറയണമെന്ന്. ഒന്നും മിണ്ടരുതെന്നാണ് ഓർഡർ. ഇവിടെ അങ്ങനെ തൂണ് പറഞ്ഞ് ഇരിക്കുക അവിടെ പോവാണ്ട്. മറ്റേ പോലീസ്, മലയാളി പോലീസ് അല്ലാത്ത പോലീസ്, അവരുടെ പറഞ്ഞു ചോദിക്കുന്ന കാര്യം ചോദിച്ചതാ മറ്റേ അതിനൊക്കെ നേരമുണ്ട് പറഞ്ഞിട്ട് മലയാളി പോലീസ് പറഞ്ഞേക്കാളും അലക്സാണ്ടർ ജേക്കബിൻ്റെ കാര്യം പറഞ്ഞേക്കാലൊക്കെ മുന്നേ ഭീഷണിയിലാണ് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇത് പറഞ്ഞു. പിറ്റേ ദിവസം രാത്രി എനിക്കും ഉറപ്പില്ല. മല്ലിനോട് രാത്രി ആയപ്പോഴെങ്കിലും ഒന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ചേട്ടൻ സംഭവിച്ചില്ല. ആൾക്കും സുഖമൊന്നുമില്ല. പക്ഷെ ആൾക്കും ഉറക്കം കിട്ടിയെന്നുണ്ട്. എനിക്ക് ഉറക്കമില്ല. ആൾക്കും ഉറക്കമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. എനിക്ക് ഉറക്കമില്ല. ഞാൻ 9 രാത്രിക്ക് എടുക്കുക. നേരെ ഒരു 6 മണിയായിരിക്കും. ഞാൻ വേറെ പള്ളിയിൽ പോയി. പള്ളിയിൽ 6 മണിക്കത്തെ കുർബാനയ്ക്ക് പോയി. ചേട്ടൻ 7 മണിയുടെ കുർബാനയ്ക്ക് പോവാം. 6 മണിക്ക് പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി കഴിഞ്ഞ് ചെന്നപ്പോൾ കുർബാന തരില്ലാണ് അച്ഛൻ. കുർബാന കഴിഞ്ഞ് കഴിഞ്ഞ് അച്ഛൻ അത്താരെ പിന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ. ആ അച്ഛനുണ്ട് മോളുടെ എൻ്റെ മൂത്ത മോൾക്ക് ഇപ്പോൾ 38 വയസ്സായിട്ട് മൂത്ത മോളുടെ ഒപ്പം വേദന പഠിച്ചിട്ടുള്ള ഈ നാട്ടിലുള്ള സ്റ്റാൻലി എന്ന പേരായ അച്ഛൻ തന്നെ അച്ഛനാണ്. ഞാനൊക്കെ കാലങ്ങളോളം മുന്നേ സെമിനാരിയിൽ പഠിക്കാൻ പോകുമ്പോൾ തൊട്ട് അച്ഛനെ പരിചയമുള്ളതാണ്. ആ അച്ഛനാണ് നിൽക്കുന്ന കുർബാന, ഇന്നത്തെ കുർബാന 6 മണിയുടെ. അച്ഛൻ്റെ അമ്മ മരിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ വീട്. അങ്ങനെ ആ വേഗം ചെന്ന് അപ്പോൾ അച്ഛൻ മുമ്പിട്ടിരിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുമായിരിക്കും അച്ഛരെ പിന്നിൽ. ഞാൻ അച്ഛനോട് വിളിച്ചു. അപ്പം അച്ഛൻ ഓടി വന്നു. പെട്ടെന്ന് ഞാനൊന്ന് നോക്കുക. അപ്പോൾ സഹോദരൻ പറഞ്ഞു അച്ഛാ അയ്യോ എനിക്ക് മനസ്സിലായില്ല അക്ക എന്താണെന്നറിയില്ല. എനിക്ക് പെട്ടെന്ന് ഓമേക്കിന് മനസ്സിലായില്ല. അച്ഛനില്ലേ അച്ഛനെ അപ്പം ഈ വിശേഷമൊന്നും പറഞ്ഞില്ല. അത് തൽക്കാലമല്ല എനിക്ക് വിളിച്ച് പ്രവർത്തിച്ചായിരുന്നു. അച്ഛൻ എൻ്റെ മോളുടെ വയസ്സുള്ള അച്ഛനാണ്. മോളുടെ ഒപ്പം വേദക്ഷം പഠിച്ചതാണ്. കാലങ്ങളോളം കുട്ടിയായിട്ടിരിക്കുമ്പോൾ തൊട്ട് ഞാൻ കണ്ടിട്ടുള്ള അച്ഛനാണ്. എന്നെ അറിയുവാണ്. പക്ഷെ എന്തോ എൻ്റെ മാറ്റം വണ്ണം പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. എന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിൽ വന്നത്. അത് ഞാൻ അച്ഛനോട് നെറ്റി പിടിപ്പിച്ചു. തലേ ദിവസം എൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഉറങ്ങിയിട്ടുമില്ല. കുർബാന കഴിഞ്ഞിട്ട് കുർബാന ശ്വാസം കൊണ്ടിട്ട് കയ്യല്ലേ അച്ഛൻ്റെ കയ്യിലൊന്നും നെറ്റി പിടിച്ച് പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് അതൊന്നും അച്ഛനോട് പറഞ്ഞില്ല. അച്ഛൻ പെട്ടെന്ന് എൻ്റെ നെറ്റി പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ വിശേഷം കുറച്ച് ചോദിച്ചു. പഠിക്കാൻ പോവുകയൊക്കെ വേണം. അവിടെ നിന്ന് വന്നേക്കണം. യൂറോപ്പിൽ UK അച്ഛൻ നല്ല പഠിപ്പുള്ളതാണ്. നല്ല കുടുംബത്തിലൊക്കെ ഭയങ്കര മാർക്ക് റാങ്ക് ഹോൾഡർ കുറച്ച് മാർക്കൊക്കെയുള്ള അച്ഛനാണ് അച്ഛൻ. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അത് കഴിഞ്ഞ് എൻ്റെ പ്രാർത്ഥന അച്ഛൻ്റെ കൈ പിടിച്ച് കഴിച്ചിട്ട് കൊടുത്ത് കയ്യും മുട്ടി പോട്ടെ അച്ഛ നിർത്തിയിട്ട്. അപ്പോൾ അച്ഛൻ വീണ്ടും മനസ്സിലായി കേട്ടോ ചേച്ചിയെ അച്ഛനല്ലേ ഈ വയസ്സായിട്ട് പിന്നെ വല്ലപ്പോഴേക്കിനെ കാണണേ പറഞ്ഞ് ഞാൻ വേറെ വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ പോകാൻ നിൽക്കണം. കുർബാനയ്ക്ക് പോകാനുള്ള ഒരുക്കപ്പാടാണ്. ചേട്ടൻ ഇറങ്ങിയെന്ന് കണ്ട വഴിക്ക് ഞാൻ എൻ്റെ മൊബൈലിൽ ഇട്ട് പോയി. അപ്പോൾ ഈ പോലീസുകാരൻ്റെ ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അയാൾക്ക് ഇത്തിരി നമ്മുടെ കാര്യത്തിൽ ഇനി വലിയ വിളിയൊന്നും 9:30 വിളിയൊന്നും വരില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആത്മസഹായക പുസ്തകം കംപ്ലീറ്റ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതിൽ അലക്സാണ്ടർ ജേക്കബ് രാജാവായിരുന്നു ഈശ്വപ്രകാശനം ചെയ്യുന്ന ഫോട്ടോ IPS ആ ഫോട്ടോ എല്ലാം കൂടി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ചേട്ടൻ കുറച്ച് കഴിഞ്ഞ് വന്ന് ചേട്ടനും പള്ളിയിൽ നിന്ന് വന്ന് മൊബൈലിൽ നോക്കിയപ്പോൾ ചേട്ടൻ്റെ ഉണ്ട് ഈ ആളുടെ ഗുഡ് മോർണിംഗ്. അപ്പോൾ 9:30 വിളിക്കുന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ചേട്ടൻ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ 9:30 വിളിക്കാനൊന്നും തോന്നില്ല. അത് വിഷമിക്കൊന്നും വേണ്ട ചേട്ടൻ എന്തായാലും
അതൊരു പ്രശ്നം ഉണ്ടാവില്ല. അത്രമാത്രം ഞാൻ പറഞ്ഞല്ലോ. അവിടെ നിന്ന് കുറച്ച് നേരം ഇപ്പോൾ രാത്രി പാതിരയ്ക്ക് മോളും മരുമകനും വന്നു ബോംബെന്ന് ഓണാഴ്ചൻ്റെ ഒരാഴ്ചത്തെ ലീവിന്. ഈ സംഭവം ഉണ്ടായതിൻ്റെ രാത്രി 12 മണിക്ക് വന്നു, നമ്മുടെ വീട്ടിലെത്തി. അപ്പോഴും എനിക്ക് പറയാനായിട്ട് പാടില്ല എന്നുള്ളതല്ലേ. അത് കഴിഞ്ഞ് നേരം 9 മണി 10 മണി ആകുമ്പോൾ എനിക്കെൻ്റെ രണ്ടാമത്തെ മോള് 7:30 ആയിപ്പോയിക്കും എഴുതി വന്ന്. അപ്പം തന്നെ ഫോൺ നോക്കിയപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് തൊപ്പി വെച്ച് പോരാ. ഒക്കെ ബോംബെയിലും ഒക്കെ ഇങ്ങനത്തെ തട്ടിപ്പിൻ്റെ വിളികളും പൈസ പോയതുകൊണ്ട് കണക്കൊക്കെ വിട്ടറിയാം. ഇത് കണ്ട വഴിക്ക് എന്തോ പ്രശ്നമുള്ള അപ്പച്ചനോട് വന്നത് അതെന്താ പറ്റത് എന്ന് പറയല. അപ്പച്ചൻ അവിടെ വെച്ചോ ഒന്നുണ്ടോ അവിടെ ചിരക്ക് കൊന്നയ്ക്ക് ഡിക്റ്റേറ്റരുത് എന്ന് പറഞ്ഞ്. അപ്പം അതൊന്നും ശ്രദ്ധിക്കാൻ മോള് നിന്നില്ല. മോളതൊക്കെ ഡിലീറ്റ് ചെയ്തു. മരുവനെ വിളിച്ചു, മരുവൻ വന്നു. മരുവൻ പറഞ്ഞത് തട്ടിപ്പാണ്, ഇത് കുറേ കാലത്ത് നാളായി തുടങ്ങിയിട്ട് ലക്ഷങ്ങളും കോടികളൊക്കെ പോയവരൊക്കെ ഉണ്ട്. അത് കാരണം അപ്പം നമ്മളിങ്ങനെ ഈ എത്രയും ഡയറിയിൽ എഴുതി വെച്ചതിൻ്റെ ഇത് കൊടുത്തില്ല. അപ്പോൾ മരുവൻ്റെ അമ്മ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് റിട്ടയർഡായിട്ടാണ്. വേറെ അമ്മയ്ക്ക് വിളിച്ചു, മരുമാൻ്റെ അമ്മയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാങ്കിലൊക്കെ വിളിച്ച് പറയുന്നത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാ സംഭവം പറഞ്ഞു കഴിഞ്ഞ് മരുമാനും മോളും അപ്പോൾ തലേന്ന് രാത്രി 12 മണിക്ക് വന്ന് മോളാണ്. അപ്പം ഇവർ 3 പേരും പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. അവിടെ സൈബർ സെല്ലിൽ. അപ്പോഴാണ് പോലീസ് പറയണ ഈ കഥകളും അവിടെ പറ്റിക്കപ്പെട്ടവരുടെ